ഞാൻ വീട്ടിലാണ്. ഇന്നിപ്പോ ഇവിടെ കണക്കവതരണം പരിപാടിയൊക്കെയാണ്. നിങ്ങൾ കാര്യം ചെയ്യ്, നിങ്ങൾ ആ വാസേട്ടനും കൊണ്ടേ മില്ലിക്ക് പോയി വന്നത് തുടങ്ങി. മനുഷ്യ, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എനിക്ക് സ്ത്രീധനം കിട്ടിയ 101 പവനാ നിങ്ങളുടെ അച്ഛൻ കൊണ്ട് ബാങ്കിൽ പണയം വെച്ചേക്കുന്നത്. അതിപ്പം ലേലം വിളിച്ച് പോവും. ഇപ്രാവശ്യം കണക്കവതരിപ്പിക്കുന്ന നമ്മളടുത്ത് വെറുതെ ബായം പൂട്ടി നിൽക്കരുത്. നീ എന്നെ കൊണ്ടന്നെ മുഴുവൻ പറയിപ്പിക്കാൻ നിൽക്കരുത്. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട് അങ്ങോട്ട് പറയണം കേട്ടോളി. അച്ഛൻ വിചാരിക്കേ നമുക്ക് ആർത്തിയാന്ന് വിചാരിക്കില്ലേ? ചോദിക്കാം. നീ അച്ഛനെ സഹായിക്കാൻ വേണ്ടി നടന്നോ? നീ ഇവിടെ നിന്ന് കൈ വെച്ച് നോക്ക്. അതല്ലടി, പേടിച്ചിട്ട് കണ്ട കട കടാന്നാണ് നഞ്ഞടിക്കണത്. അച്ഛൻ്റെ മുമ്പിൽ നിന്ന ഒന്നും പറയാൻ പറ്റില്ല, വായല് സൗണ്ടേ വരില്ല എനിക്ക്. വേറെ അല്ല, ഞാൻ ഗതി കേട്ട് പോയത്. സുഖേട്ടാ, ഒന്നും ഇങ്ങോട്ട് വരി. അത് ഇപ്രാവശ്യം കാര്യങ്ങൾ എങ്ങനെ പോകാന്നൊന്ന് നോക്കാം നമുക്ക്. കാര്യങ്ങളും നമ്മൾ പറഞ്ഞ മാതിരി വരുതിക്കല്ല വരണ വെച്ചെങ്കിൽ പിന്നെ വായും പൂട്ടി ഇരിക്കരുത്. അടുത്ത പ്രാവശ്യം ആ സീറ്റിൽ കയറിയിരിക്കാനുള്ള എല്ലാ ആലോചനയും ഇപ്പൊ തന്നെ ഉണ്ടായിക്കോട്ടെ. വെറുതെ ആവശ്യമില്ലാത്ത അച്ഛൻ്റെ അടുത്ത് എഴുന്നള്ളിക്കാൻ നിൽക്കണ്ട. ഇല്ല, ഞാൻ അച്ഛനോട് ഒരു കാര്യം പറയും. ഞാൻ എന്താണ്, കട്ടപ്പുറത്ത് നിൽക്കുന്ന കാറുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു 20 ലക്ഷം ഉറുപ്പ്യ തരാൻ പറഞ്ഞാലോ? നിങ്ങൾ എന്തിനാണ് ഇനിയിപ്പോൾ അതൊക്കെ ഏറ്റെടുക്കാൻ നിൽക്കണത്? നിങ്ങൾ ആ കസാരയിൽ കയറിയിരിക്കാൻ നോക്കി, മൂത്ത മകനല്ലേ നിങ്ങൾ. ചേട്ടാ, എന്തായാലും പറഞ്ഞിട്ട് കാശ് മേടിച്ചെടുക്കാൻ നോക്കണം. ആ പാരിജാതനും അച്ഛനും കൂടിയിട്ട് ദൂർത്തടിച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ വായി പൊളിച്ചിരുന്നാൽ മതി. ഈ സത്യാവസ്ഥ പറയട്ടെ നിങ്ങളുടെ അടുത്ത്. നമുക്ക് എന്ത് തരണെങ്കിലും തന്ത പിടിക്കേ കട എടുക്കേണ്ട വരും. അത് പൈസ കയ്യിലില്ല. Manda coceira. Chegamos. Mamãe, cansada. പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് കാര്യമില്ലേ? അതും കിട്ടാൻ പാടില്ലേ? മാവൻ കണക്കവതരിപ്പിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും അവലുദാനമുണ്ട്. മാമന്റെ ദാണല്ലേ മാമൻ. ഏട്ടാ, ഇതൊക്കെ കുറെ ഓവറാണ് കേട്ടോ. കേട്ടാ, കുറച്ച് മതി. കേട്ടാ, കുചേരൻ കൃഷ്ണൻ അവര് കൊടുത്ത മാതിരിയാണ്. സൂക്ഷിച്ചങ്ങോട്ട് തിന്നോ, അതിന്റെ മുതലൊക്കെ അങ്ങോട്ട് പോവും കുചേരന്റെ അടുത്തേക്ക്. അവിടെ കിടക്കാം. അപ്പോ പ്രിയപ്പെട്ട മക്കളെ, മരുമക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഈ വർഷത്തെ കുടുംബ ബജറ്റ് ഇവിടെ അവതരിപ്പിക്കാൻ പോവാണ്. അതിന് മുന്നോടിയായിട്ട് 1-2 വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരാൻ വേണ്ടി പറയുകയാണ്. നമ്മളുടെ മാസമുള്ള ചെലവിന് തന്നെ വട്ടിപ്പലിശക്കാരൻ്റെ അടുത്ത് പൈസ കടം വാങ്ങിയിട്ടാണ് ഇപ്പോൾ നടത്തിക്കൊണ്ട് പോണത്. ചെലവ് ഒരുപാടുണ്ട്, വരവില്ല. അതിൻ്റെ ഇടയിൽ തന്നെ ഇപ്പം കാറ് വാങ്ങണം പറഞ്ഞു. നമ്മൾ കാറ് വാങ്ങി. കാറിൽ നിന്നൊന്നും ഒരു വരുമാനം നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അത് വാടകയ്ക്ക് കൊടുക്കണം, അതിന് നിങ്ങൾ സമ്മതിക്കില്ല. ഒപ്പം തന്നെ നമ്മുടെ മന്മഥൻ്റെ കയ്യിൽ നിന്ന് വലിയ പൈസയൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ഉരുട്ടിക്കൊണ്ട് പോണത്. ഒപ്പം നമ്മളുടെ കാർഷിക രംഗമൊക്കെ ആകെ താറുമാറായിട്ട് കിടക്കുകയാണ്. വേണ്ട രീതിയിൽ കൃഷി അതൊന്നും ലാഭകരമായിട്ട് വരുന്നില്ല. ഇപ്പോൾ ഒരു ഉപ്പേരിക്ക് വേണമെങ്കിൽ തന്നെ അടുത്ത പറമ്പെന്ന് പോയിട്ട് സാധനം വാങ്ങിക്കണം. അപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നിട്ടാണ് നമ്മൾ ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത്. അത് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ വേണം. ഇത് കഴിഞ്ഞ ചർച്ചയിൽ പങ്കെടുക്കണം. അപ്പോൾ പ്യാരി വായിക്കും, അത് കഴിഞ്ഞാൽ എല്ലാവരും ഇത് കൈയടിച്ച് പാസ്സാക്കാം കേട്ടോളേ.
എന്തിനാണ്ടാ വടി എടുത്ത് കളിക്കാനത് ഇവിടെ വെക്കേ പഠിക്കോ അവിടുന്ന് എന്താ വടി പിടിക്കാൻ അറിയില്ല, അല്ലാണ്ടൊന്നും അറിയില്ല. അവിടെ നിൽക്ക്. ആ പ്രിയമുള്ള കുടുംബാംഗങ്ങളെ, എല്ലാവരുടെയും അനുവാദത്തോടെ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള നമ്മുടെ കുടുംബ ബഡ്ജറ്റ് ബഹുമാനപൂർവ്വം ഞാൻ ഈ കുടുംബത്തിന് മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. സൂക്ഷിക്കണം. സാമ്പത്തിക അഭിവൃദ്ധി ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മുടെ കുടുംബം ഈ വർഷം മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ചെലവ് കൂടുതലായതിനാൽ ചില പരിഷ്കാരങ്ങളും ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ സോപ്പ്, പൗഡർ, പേസ്റ്റ് എന്നിവ ഇപ്പോൾ ലഭിക്കുന്ന അളവിൽ ലഭ്യമാക്കാൻ സാധിക്കാത്തത് കൊണ്ട് അതിന്റെ ഉപയോഗം എല്ലാവരും കുറക്കണമെന്ന് ഒരു നിർദ്ദേശം നടത്തുന്നു. ഇപ്പൊ തന്നെ ഒന്നും തികയണില്ല, ഇനി കുറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടമാണ്. വെള്ളത്തിന്റെ ഉപയോഗം കുറക്കാൻ ദിവസേന അത്യാവശ്യമുള്ളവർ മാത്രം കുളിക്കുക. നമ്മുടെ കുടുംബത്തെ ലഹരി ഉപയോഗം ഘട്ടം ഘട്ടമായി കുറക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ നിന്നും ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന മദ്യത്തിന്റെ അളവ് കുറക്കും. ആവശ്യക്കാർക്ക് വേണ്ടുവോളം മദ്യം 24 മണിക്കൂറും നമ്മുടെ അടുക്കളയിൽ നിന്നും പണം കൊടുത്തു വാങ്ങാവുന്നതാണ്. അതിന്റെ ഉത്തരവാദിത്തം രാഘവേട്ടനെ ചുമതലപ്പെടുത്തുകയാണ്. 1-ാം തീയതി ലഭിക്കാതിരുന്ന മദ്യം ഇനി മുതൽ 365 ദിവസവും 24 മണിക്കൂറും നമ്മുടെ വീട്ടിൽ ലഭ്യമാവുന്നതാണ്. പിന്നെ പുറത്തു നിന്നുള്ള ഒരു ലഹരി പദാർത്ഥങ്ങളും നമ്മുടെ തറവാട്ടിൽ അനുവദിക്കുന്നതല്ല. അച്ഛൻ അറിയാതെ പറമ്പിൽ വാറ്റ് നടത്തുന്നത് കർശനമായി നിയന്ത്രിക്കാൻ ആലോചിച്ചിട്ടുണ്ട്. ഒരു പ്രധാന നിർദ്ദേശം, സമ്പത്ത് കണ്ടെത്തുന്നതിന് വേണ്ടി സമ്മാന കൂപ്പണുകൾ അടിച്ചിറക്കും. അത് സ്ത്രീകളും നമ്മുടെ കുടുംബാംഗങ്ങളും റോഡിൽ നടന്ന് വിറ്റ് ഇനി അധിക ചെലവിനുള്ള പണം കണ്ടെത്തേണ്ടതാണ്. ഈ പണിയൊന്നും എടുത്ത് പോരാണ്ട്. ഇനി ഈ സാമ്പത്തിക വർഷം നമുക്ക് കുറെ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട്. അതിനായി നീക്കിവെച്ച ഫണ്ടിന്റെ വിവരങ്ങളാണ് ഇനി വായിക്കുന്നത്. ആമസോൺ കാടുകളിലെ വന്യജീവി സംരക്ഷണത്തിന് 2 ലക്ഷം രൂപ നമ്മൾ കൊടുക്കും. ആമസോൺ കാട് എന്താണ്? അമ്മയുടെ തറവാടാണ്. സംസ്ഥാന വ്യാപകമായി യുവാക്കൾക്കുണ്ടാവുന്ന മുടികൊഴിച്ചിൽ തടയാൻ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയിലേക്ക് 2 ലക്ഷം രൂപ നമ്മൾ വകയിരുത്തുന്നു. ഇതെന്താ ഈ കേൾക്കുന്നത്? നാട് വിട്ടുപോയി വഴിയിൽ കിടന്നു മരിച്ച അപ്പൂപ്പന്റെ സ്മരണാർത്ഥം പഞ്ചായത്ത് ഗ്രൗണ്ടിൽ അപ്പൂപ്പന്റെ ഒരു പൂർണ്ണകായ പ്രതിമയ്ക്ക് വേണ്ടി നമ്മൾ കാശ് വകയിരുത്തിയിട്ടുണ്ട്. പിന്നെ അറബിക്കടലിന്റെ ആഴം കൂട്ടുന്നതിലേക്കായി നമ്മൾ ഫണ്ട് വകയിരുത്തുന്നുണ്ട്. ഈ അടുത്ത് ഡോക്ടറേറ്റ് നേടി നമ്മുടെ കുടുംബത്തിന് അഭിമാനമായ നമ്മുടെ അമ്മായിയുടെ ഇളയ മോൾക്ക് വാഴക്കുല കൃഷി ചെയ്യുന്നതിലേക്കായി 50 ലക്ഷം രൂപ നീക്കി വെക്കാൻ ചിന്തയുണ്ട്. ലോക നിലവാരമുള്ള ബജറ്റ്. എന്റെ അമ്മാമ നമിച്ചില്ല. 2 വാഴക്ക പുഴുങ്ങി അണ്ണാക്കിനും തിരികെ കൊടുക്കാറുണ്ട്. ഇത്രയും നിർദ്ദേശങ്ങളാണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് നമ്മുടെ കുടുംബത്തിലെ ബജറ്റ് എന്ന നിലയിൽ നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളത്. അപ്പൊ വിശദമായ ചർച്ചയ്ക്കും തീരുമാനത്തിനും വേണ്ടി അച്ഛന്റെ അനുവാദത്തോടെ നിങ്ങൾക്ക് ഞാൻ ഈ ബജറ്റ് സമർപ്പിക്കുന്നു. നന്നായി. കൈയടിക്കേ. ആ നീ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനൊക്കെ പറഞ്ഞോളൂ. ഒന്നും പറയില്ല. അവര് പിന്നെ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞോ. ഇവളുണ്ടല്ലോ വൈകിട്ട് 6 മണി മുതൽ 9 മണി വരെ സീരിയൽ കാണുന്നതാണ്. ശരി. ഇവിടെ അച്ഛൻ ന്യൂസ് കാണുന്ന സമയമാണപ്പോ. അതെ. അതുകൊണ്ട് ഞങ്ങളുടെ റൂമില് ഉള്ള TV വെക്കാൻ ഒരു അനുവാദം വേണം. വേറെ എന്താണ്? അച്ഛൻ എനിക്ക് കുളിക്കണ്ട, ബാത്റൂമിൽ ഒരു ബക്കറ്റ് വെള്ളം വേണം. അത് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണ്ടോ? എനിക്ക് പറയാനുള്ള ഇവിടെ കുടിക്കാതെയും നനക്കാതെയും ലൈറ്റ് ഇടാണ്ടും കാശുണ്ടാക്കിയിട്ട് ഈ ആമസോൺ കാർഡിൽ കൊണ്ടുപോയി ശരിയണം എന്തിനാണെന്ന് എനിക്ക് പിടുത്തം കിട്ടാത്തത്. ശരി. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഈ നമ്മുടെ അമ്മായിയുടെ മോൾക്ക് വാഴക്കൊലയ്ക്ക് 50 ലക്ഷം ഉറുപ്പ്യ കൊടുക്കുന്നത് അവളെ കൊണ്ട് പിന്നെ കെട്ടിക്കാനല്ലേ. ശരി. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണ്ടോ? നമ്മുടെ സ്വർണ്ണം ഒന്ന് ബാങ്കിൽ നിന്ന് എടുക്കാനുള്ള വല്ല വഴി ഉണ്ടാവോ? ശരി. വേറെ അച്ഛൻ ശരി ശരി എന്ന് പറയല്ലേ, സമ്മതം പറയണില്ല. അതെ, നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങൾ പറയും, എന്നിട്ട് പറഞ്ഞാൽ മതിയല്ലോ. അല്ല, ഇതൊക്കെ തന്നെയാണ്. ഇനി വേറെ എന്താണ് പറയാനുള്ളത്? കഴിഞ്ഞോ? ഈ എല്ലാ കാര്യങ്ങളും മന്മഥനെ ഏൽപ്പിക്കണ നേരം നമുക്ക് തന്നെ എല്ലാ പണികളും ഏറ്റെടുത്ത് നടത്തിക്കൂടെ എന്നൊരു ചിന്ത ഉണ്ട്. ശരി.
അടുത്തത് ഒന്നും അല്ല അച്ഛാ, ഇനിയിപ്പോ എവിടേക്കാ ചെലവ് കുറയ്ക്കണത്? അല്ലെങ്കിൽ തന്നെ ഒരു സോപ്പ് കുളിക്കണ സോപ്പ് മേടിച്ചാൽ രണ്ടാക്കി മുറിച്ചിട്ട് അതിന്റെ പകുതി ഭാഗം കൊണ്ടാണ് ഓരോ വീട്ടുകാരും കുളിച്ച് തീർക്കണത്. അതും ഒരു മാസത്തേക്ക്. ഇനി ഇത് കുറയ്ക്കെന്ന് പറഞ്ഞാൽ എവിടേക്കാണ്? പിന്നെ ഇപ്പൊ ഈ കറണ്ട് കുറയ്ക്കാന്ന് പറഞ്ഞാൽ ഫാൻ ഇട്ടിട്ട് അതിന്റെ ഒരു ലീഫ് മാത്രം ഉപയോഗിച്ചാൽ മതിയാ? എനിക്ക് മനസ്സിലാവില്ലേ എങ്ങനെ നിയന്ത്രിക്കേണ്ടതെന്ന്. അല്ലെ അത്തരം വർത്താനം കയ്യിൽ വെച്ചാൽ മതി, അതൊന്നും അച്ഛനോട് എടുക്കണ്ട. നീ മിണ്ടാണ്ട് നിൽക്കറ ചക്ക. ഇവിടെ തലയിരിക്കുമ്പോ വാരാറിന് എന്തിനാണ്? ഞാനൊക്കെ ജനിച്ചല്ലേ നീ? കൊറേ കണ്ടാണ് മിണ്ടാണ്ടിരിക്കുന്നത്. ആർക്കും പറയണ്ട, പറയാന്ന്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ പറഞ്ഞതെല്ലാം അച്ഛൻ കേട്ടു. അപ്പൊ അതൊന്നും നമുക്ക് ഈ വർഷം പ്രാവർത്തികമാക്കാൻ പറ്റില്ല. ഇപ്പോ നമ്മുടെ ഈ ബഡ്ജറ്റ് പ്രകാരം മുന്നോട്ട് പോകും. പിന്നെ നോക്കാം കൂടി. ശ്രദ്ധ ചെയ്യ. എല്ലാം പറയാൻ തന്നെയുള്ള ഒരു കാര്യം നടക്കില്ല. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ കൂടുതലൊന്നും ആലോചിക്കാനില്ല. അടുത്ത പണി എന്താന്ന് നോക്കിയോ. ഇത്തരം സൗമിത്രിയോടരുൾ ചെയ്തു പുനരിത്തിരി നേരമിരുന്നിടീനോരനന്തരം ഗൗതമീതിരെ മഹാകാലിനെ പഞ്ചവടി ഭൂതലെ മനോഹരെ സഞ്ചരിച്ചിടുന്നതു യാമിനി ചരി ജനസ്ഥാനവാസനീയായ കണ്ടു മോഹിതയാകയാതെ കണ്ടു രാമശ്രമമണ്ഡം കുക്കാൽ കാമരൂപിണി കണ്ടാൽ കാമിനി വിമോഹിനി പങ്കജധ്വജ കുലിശാങ്കുശാങ്കിതങ്ങളാ. ഞങ്ങൾക്ക് പറയാനുള്ളതും കൂടി കുറച്ചൊന്ന് കേൾക്കി നിങ്ങള്. എന്താണിത്? വെള്ളരിക്കാൻ പറ്റണാണ്. അതെ, ഇപ്രാവശ്യത്തെ എന്ത് ബഡ്ജറ്റാണ് ഈ കുടുംബത്തിൽ ഇട്ടിരിക്കുന്നത്? അല്ല, അറിയാണ്ട് ചോദിക്കുകയാണ്. ഒരു ഗതി പരഗതി ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് ആമസോൺ കാടുകളിലുള്ള വന്യജീവികൾക്ക് 2 ലക്ഷം റുപ്യ സംരക്ഷണത്തിന്. ഇതെന്തപ്പത്? അതേമാതിരി തലയിൽ മുടിയില്ലാത്ത നാട്ടുകാർക്കൊക്കെ മുടി വളരാൻ വേണ്ടിയിട്ട് 2 ലക്ഷം റുപ്യ. ഇത് എന്ത് കളിയാ കളിക്കുന്നത്? പാടത്ത് നെല്ല് വളരാൻ വേണ്ടിയിട്ട് ഒരു 10 റുപ്യ കർഷകർക്ക് കൊടുക്കുന്നില്ല. അമ്മക്കറിയാലോ, പണ്ട് മുത്തച്ഛൻ വഴി കിടന്ന് വെച്ചത്. അന്ന് തൊണ്ട തൊട്ട് നിൽക്കാൻ ഒരു തുള്ളി വെള്ളം കൊടുക്കാത്തവരാണ് ഇപ്പൊ കാക്കക്ക് തൂറാൻ വേണ്ടി പ്രതിമ ഉണ്ടാക്കാൻ പോണത്. എന്തിന്? പണ്ട് അപ്പുറത്തെ വീട്ടിൽ പ്രതിമ ഉണ്ടാക്കിയപ്പോ പ്രതിമ ഉണ്ടാക്കിയ പട്ടിണി മാറുമെന്ന് ചോദിച്ച ടീമുകളാണ് ഇപ്പൊ പ്രതിമ ഉണ്ടാക്കാൻ പോണത്. ഭയങ്കര കഷ്ടമാണ് ഇവിടുത്തെ കാര്യങ്ങള്. ഞങ്ങളെങ്ങടെങ്കിലും പോവാണ്, ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അമ്മ അച്ഛനോട് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഭാര്യമാർക്ക് സ്ത്രീധനം കിട്ടിയ സ്വർണ്ണമൊക്കെ ഇല്ലേ, അത് അച്ഛൻ മേടിച്ച് വെച്ചിരിക്കല്ലേ, അത് ബാങ്കിൽ നിന്ന് എടുത്തു തരാൻ പറയും. ഞങ്ങൾ എങ്ങടെയും പൊക്കോളാം. ഞാൻ നോക്കാമേ, ഇതിപ്പോ അച്ഛൻ ഇവിടെ ഉണ്ടാക്കി വെച്ച മുതലൊന്നല്ലല്ലോ, പാരമ്പര്യമായിട്ട് കാരണന്മാരുണ്ടാക്കി വെച്ച മുതലാണ്. ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ വീതം ശരിക്കും അങ്ങോട്ട് വീതിച്ച് തരാൻ പറയും. എന്നാ പിന്നെ ഈ കഷ്ടപ്പാട് സഹിച്ച് ഞങ്ങൾക്ക് ഇവിടെ കിടക്കണ്ടല്ലോ, എവിടേക്കാണെങ്കിൽ ഇറങ്ങി പോവാനോ. അച്ഛനവിടെ കണക്ക് അവതരിപ്പിക്കുമ്പോ അവലും തിന്നോണ്ടിരിക്കല്ലായിരുന്നോ? ഇപ്പൊ എന്നോടാണ് പറയണ. അപ്പൊ തൊള്ളയിൽ മൊത്താവില് എന്ത് പറയാനാണ്? അല്ല, അച്ഛനെ കാണുമ്പോ മുട്ട് വിറയ്ക്കൂ. അമ്മേനെ കുറിച്ച് അച്ഛനെ പരാതി ഉണ്ട്. അമ്മേന്റെ വീട്ടിൽ നിന്ന് കിട്ടാനുള്ളതൊന്നും കിട്ടണില്ല എന്നാണ് അച്ഛൻ എപ്പോഴും പറയുന്നത്. പിന്നെ അമ്മയ്ക്ക് ഇവിടെ ചില അധികാരങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ അച്ഛൻ വെട്ടി കുറച്ചില്ലേ. ഇപ്പൊ അമ്മയ്ക്ക് ഒരു വിലയില്ല. മുണ്ടാതെ അവിടെ ഇരുന്നോളെ. മുണ്ടിരുന്നല്ലോ. അപ്പൊ ആരെങ്കിലും എന്റെ കൂടെ നിന്നോ? എന്താണ് പറഞ്ഞു? എന്ത്? അച്ഛന്റെ ആ കാര്യസ്ഥൻ രാഘവന്റെ കേസ് വന്നപ്പോ ഞാൻ അയാളെ മാറ്റാൻ പറഞ്ഞ് പ്രതികരിച്ചില്ലേ? ആരെങ്കിലും എന്റെ കൂടെ നിന്നോ? അന്ന് അച്ഛന്റെ സ്ഥിതി അതായിരുന്നു. അത് കാരണം കൂടെ നിന്നു. അതന്നെ, അല്ലാണ്ടത്താണ് നിങ്ങളോട് എന്ത് ദേഷ്യ ഞങ്ങക്ക്. പനി അനുഭവിച്ചോളാ. പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടൊന്നല്ല, അച്ഛന്റെ കൂടെ കുറെ ആൾക്കാരുണ്ട്, അതാണ്. അമ്മയുടെ അമ്മ ഉണ്ണിയെങ്കിലും നമ്മുടെ കൂടെ വന്നത് ഞാൻ കാണിച്ചു കൊടുത്തന്നെ. ഇപ്പൊ ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തില്ല. സമയമൊന്നും വൈകിട്ടില്ല സീതള. ഇനി ആലോചിച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ജീവിതം ഇതിന്റെ അകത്ത് ഇങ്ങനെ കിടക്കും, പൊട്ടക്കെറ്റിലെ തവള കിടക്കണ പോലെ. ജാനകിയോടും കൂടെ വാണിടുന്നത് കണ്ടു ബാണപീഡിതയാളേറ്റം സുന്ദരവേഷത്തോടും മന്ദഹാസത്തോടും
മന്ദഹാസവും പൊഴിഞ്ഞെന്തിരാവ നമ്മളാണ് ഈ പറയണത് സുന്ദര വേഷത്തോടെ മന്ദഹാസം പൊഴിഞ്ഞിരിക്കണം. എന്നിട്ട് പോവാ നമുക്ക്. ആരടോ ഭവാൻ കളിയാക്കണതാണ്. ചൊല്ലിടാരുടെ പുത്രനെന്നും നേരോടെന്തിവിടേക്കു വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ജടാവല്ലലാദികളെല്ലാം എന്തിനു ധരിച്ചിതു താപസവേഷമെന്നും എന്തിനു ധരിച്ചിതു താപസവേഷമെന്നും എന്നുടേ